ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിത് സാധാരണ നമ്മളുടെ ചാനലിൽ സ്റ്റിച്ചിങ് വീഡിയോ മാത്രമേ ഇടാറുള്ളൂ. ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ അല്ല, ഇതുപോലെ മുല്ലമുട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒറിജിനൽ മുല്ലമുട്ടല്ല, കണ്ടാൽ ഒറിജിനലായിട്ട് തോന്നുമെങ്കിലും ഒറിജിനൽ പോലെ ഇരിക്കുന്ന ആർട്ടിഫിഷ്യലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് എനിക്കൊരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് നമ്മളുടെ ചാനലിൽ ഇടാമെന്ന്. ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആകുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഒറിജിനൽ പോലെ തന്നെ ഇരിക്കും, മണമില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാവേ. വളരെ കുറച്ച് സമയം നമുക്ക് ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവേ. ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മുല്ലയിൽ നിന്ന് പറിച്ചെടുക്കുന്ന മുല്ലമൊട്ട് പോലെ നമുക്ക് തോന്നുവേ. അപ്പോൾ ഇത് ആർട്ടിഫിഷ്യലാണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ നമ്മൾ കടയിൽ പലതരത്തിൽ കിട്ടുവേ. നമ്മൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പറാണ് എടുത്തത്. ഒരല്പം ഹാർഡായിട്ടുള്ളത് എടുത്താലും ഇതുണ്ടാക്കി നോക്കാവേ. ഇത് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ നമുക്ക് ഒരു പായ്ക്കിൽ 100 എണ്ണമാണ് കിട്ടുന്നത്. 40 രൂപയോളമാണ് അതിൻ്റെ റേറ്റ്. നമ്മളിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി ഒന്ന് നിവർത്തിയെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ വാങ്ങിച്ച ആ കവറിലിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മടക്കുകയാണ്. എന്നിട്ട് നമ്മളതിൻ്റെ നീളവും വീതിയും ഒന്ന് നോക്കുകയാണ്. 4.5 ഇഞ്ചോളം ഉള്ള ഒരു സ്ക്വയറാണ് കിട്ടിയിരിക്കുന്നത്. ഇത് പല വലിപ്പത്തിൽ കാണും. അപ്പം വലിപ്പം അനുസരിച്ച് നമ്മൾ ഈ ഉണ്ടാക്കുന്ന മുട്ടിന് വലിപ്പ വ്യത്യാസം വരുവേ. അത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു രീതിയിലാണ്. ഇനി നമ്മൾ ഇതിനെല്ലാം ഇങ്ങനെ നിവർത്തിയതിന് ശേഷം ഓരോ പീസാക്കി ഓരോ 4.5 ഇഞ്ചിൻ്റെ സ്ക്വയറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി അതിനെ നമ്മൾ കോർണർ ടു കോർണർ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഓരോ പീസും എടുക്കുകയാണ്. ഇതെല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക. വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചത്. ഇതുപോലെ നമ്മളിങ്ങനെ പായ്ക്കായിട്ട് കിട്ടിയിരിക്കുന്നതിനെ ഒരുമിച്ചെടുത്ത് ഒരുപോലെ വെച്ച് ഇങ്ങനെ കോർണർ ടു കോർണർ കട്ട് ചെയ്യണം. അപ്പം നമുക്കത് വളരെ ഈസി ആയിട്ട് എടുക്കാവേ. ഇനി നമ്മൾ ഇതിൻ്റെ ഓരോ സൈഡുകളും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം കുറച്ച് സമയം എടുക്കും. എന്നിട്ട് ഇതുപോലെ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ സാധിക്കുമേ. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേ കുറച്ച് ക്ഷമ വേണം, കുറച്ച് ടൈം വേണമേ. അപ്പം വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്താൽ മതി നിവർത്തി തരാനായിട്ട്. അങ്ങനെയൊക്കെ നമുക്കത് ചെയ്തെടുക്കാവേ. ഇനി അതിനകത്ത് ഒരു ട്രയാങ്കിൾ പോലെ നമുക്ക് ഇങ്ങനെ പല പീസ് കിട്ടിയില്ല, അതിൽ ഒരു ട്രയാങ്കിൾ എടുത്ത് നന്നായിട്ട് നമ്മൾ നല്ല ടൈറ്റായിട്ട് ഇതുപോലെ കൈ കൊണ്ട് ചുരുട്ടി കൊടുക്കുക. ഈ ചുരുട്ടുമ്പോൾ നമ്മളത് നല്ല ടൈറ്റാണോ എന്ന് നോക്കുകയാണ്. ഒരു ചെറിയ ഓവൽ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ നമ്മൾ തീർത്തും റൗണ്ട് ആക്കരുത്, ഒരു ചെറിയ ഓവൽ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ ആക്കിയെടുക്കുക. അതിനുശേഷം അടുത്ത ട്രയാങ്കിൾ എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ കോർണർ ടു കോർണർ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വേറൊരു ട്രയാങ്കിൾ കിട്ടും. അപ്പം ഇതുപോലെ ഇങ്ങനെ നമ്മൾ അതിനെ മടക്കി ഈ എല്ലാ പീസിനെ ഈ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചുരുട്ടി വെച്ചിരിക്കുന്ന ഈ ഷേപ്പ് ഉള്ളതിനെ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വെക്കുക. ആ കോർണർ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കൈ കൊണ്ട് ഒത്തിരി ടൈറ്റ് ആക്കരുത്. നല്ല മുട്ടിൻ്റെ ആകൃതി നമ്മൾ കയ്യിലാണ് കൊണ്ടുവരേണ്ടത്. ഇങ്ങനെ നമ്മൾ കൈ കൊണ്ടത് ഒരു മുല്ലമുട്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒത്തിരി ഹാർഡാക്കരുത്. ആ രീതിയിൽ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുക. അതിപ്പോൾ നമ്മളുടെ ടിഷ്യൂ പേപ്പർ വളരെ സോഫ്റ്റ് ആണെങ്കിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ട് എടുക്കുക. അല്പം ഹാർഡായിട്ടുള്ള ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളതിൻ്റെ ബാലൻസായിട്ട് നിൽക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫെവിക്കോളാണ് വേണ്ടത്. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ഫെവിക്കോൾ ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് നന്നായിട്ട് നമ്മളൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഓരോ മുല്ലമുട്ടിൻ്റെയും മുകളിലേക്ക് ഇതുപോലെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ടിഷ്യൂ പേപ്പർ വളരെ സോഫ്റ്റാണ്. അതിപ്പോൾ ഏത് ഹാർഡായ ടിഷ്യൂ പേപ്പറാണെന്ന് പറഞ്ഞാൽ പോലും അതും സോഫ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് അവിടെ ഉറപ്പോടുകൂടി ഇരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ നമ്മൾ ഓരോ മുട്ടയിലും ഇതുപോലെ ചെയ്തെടുത്ത് നമ്മൾ അതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു ഗ്രീൻ ആക്രിലിക് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കുറച്ച് ഡാർക്കായിട്ടുള്ള ഗ്രീനാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ യെല്ലോ ആക്രിലിക് പെയിൻറ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ടും ഏകദേശം തുല്യ അളവിൽ കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഫെവിക്കോള് ഒരല്പം ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് എത്രയാണോ മുട്ടുള്ളത് അതിൻ്റെ ആവശ്യത്തിന് മാത്രം ഇതുപോലെ നമ്മൾ ചെയ്തെടുത്താൽ മതിയേ. എന്നിട്ട് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി നമ്മൾ ഈ ഓരോ മുട്ടിൻ്റെയും തണ്ടുണ്ടല്ലോ ആ സ്റ്റെമ്മിലേക്ക് നമ്മൾ ഇതുപോലെ നമ്മളുടെ കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സ്റ്റെമ്മിൽ മാത്രമേ വരാവുള്ളൂ. ഇങ്ങനെ ഇനി നമ്മൾ ഒരു രാത്രി ചെയ്ത് ഇങ്ങനെ വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേന് നല്ല നീറ്റായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടുവേ. അപ്പം നമ്മളൊരു കുറച്ച് സമയം നമ്മളിത് ഉണങ്ങാനായിട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇതുപോലെ ഇളക്കിയെടുക്കാവേ. ഇനി നമുക്ക് ഇതുപോലെ അടുത്ത് കാണിച്ചാൽ കറക്റ്റ് മുല്ലമൊട്ട് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടുവേ. ഇനി ഈ മുല്ലമൊട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാവേ. നമ്മൾ ഒരു ത്രെഡ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലേക്ക് ആ സ്റ്റെം ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒന്ന് നമ്മളിതുപോലെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കെട്ടാൻ അറിയത്തില്ലാത്തവർക്ക് ശരിക്കും നന്നായിട്ട് മനസ്സിലാക്കി എടുക്കാവേ. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളുടെ ഈ ത്രെഡിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് വെച്ച് ഇതുപോലെ ലോക്കാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ ഇത്രയും നാൾ കോർത്ത് മാത്രം എടുത്തവർക്ക് ഇതിലൂടെ ഒന്ന് ചെയ്ത് നോക്കാം. കെട്ടി ഇങ്ങനെ പഠിക്കാം. ആദ്യമേ നമ്മൾ ഒരു മുട്ട എടുത്ത് വെക്കുക, അതിൻ്റെ മുകളിലേക്ക് അടുത്ത മുട്ടും എടുത്ത് വെച്ച് നമ്മളൊന്ന് കൈകൊണ്ട് പിടിക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ നമ്മളൊന്ന് തിരിച്ചെടുക്കുക. എന്നിട്ട് ഈ ത്രെഡിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചെടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നന്നായിട്ട് നമ്മൾ കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ നന്നായിട്ട് വലിച്ച് നമ്മൾ രണ്ട് കൈ കൊണ്ടുവന്ന് ടൈറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ആദ്യമായിട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഒരു അല്പം പ്രയാസം വരത്തുള്ളൂ. പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിതുപോലെ ഏത് ടൈപ്പ് മാല വേണമെങ്കിൽ ഫ്ലവർ വെച്ച് കെട്ടിയെടുക്കാവേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമ്മളിങ്ങനെ കെട്ടിയെടുക്കാം. അപ്പോൾ ഈ ചെയ്യുന്ന മെത്തേഡ് ഏതാണോ ആ രീതിയിൽ അങ്ങ് ഫോളോ ചെയ്ത് ഇങ്ങനെ ഈ കെട്ടുന്നത് പഠിച്ചാൽ മതിയേ. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം കമൻ്റായിട്ടൊന്ന് പറയണേ. ഇങ്ങനെ ഇപ്പം നമ്മൾ ബാക്കി മുല്ലമുട്ടുകളെല്ലാം ഇതുപോലെ കെട്ടിയെടുത്ത് മാലയാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് കുറച്ച് അധികം സമയം ഇതിനായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. പക്ഷെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കിത് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ എല്ലാ മാലയും ഇതുപോലെ കെട്ടി എടുത്തിരിക്കുകയാണ്. കോർത്തെടുക്കുന്നതിൽ എപ്പോഴും നല്ലത് കെട്ടിയെടുക്കുന്നതാണ്. അപ്പം ഈ ഒരു മെത്തേഡിൽ കെട്ടിയെടുത്താൽ മതി. ആദ്യമായിട്ട് ഈ മാല കെട്ടി പഠിക്കുന്നവർക്ക് കുറച്ച് പ്രയാസം തോന്നും. പക്ഷെങ്കിൽ അത് നമുക്കത് യൂസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തോന്നുന്ന കാര്യമാണ്. നമ്മളിത് കേരളത്തിനകത്താണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. കേരളത്തിന് പുറത്തേക്കൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുകയല്ലേ, പുറത്ത് പോയി താമസിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കിതൊരു ആവശ്യമായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരു ബോക്സിനകത്താക്കി കൊണ്ടുപോകണേ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്കൊരു ഫേസ്ബുക്കും ഉണ്ട്, ഒരു ഇൻസ്റ്റയും ഉണ്ട്, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. Thank you for watching.